ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ടേ നമുക്ക് ചോറിൻ്റെ ഒരു ബീഫ് കറി വെക്കാവേ. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ജീരകവും കറിവേപ്പിലയും കൊച്ചുള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. ശേഷം മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്കൊരു 3-4 വിസിലടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ അരിഞ്ഞെടുക്കാവേ. കപ്പ ഞങ്ങൾ ചോറ് കഴിച്ച ലാസ്റ്റ് ആട്ടോ കഴിച്ചത്, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ കപ്പയും ഇതിൽ റെഡിയായി. അത് കഴിഞ്ഞ് തോരനൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് തുറന്നപ്പോൾ കുറച്ച് ക്യാബേജും ക്യാരറ്റും ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അത് ഒരു തട്ടിക്കൂട്ടി തോരൻ വെക്കാമെന്ന് വെച്ച് അത് ചോപ്പറിലിട്ട് ഒന്ന് അടിച്ചെടുത്തു. അങ്ങനെ എനിക്ക് വേണ്ടി 2 മുളകും 1 സവാളയും കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ചെടുത്തേ. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ചോറും തോരനും ബീഫും പപ്പടമൊക്കെ വെച്ചേ. അതുകൂടാതെ അച്ചാറുണ്ടായിരുന്നു. അത് നമ്മുടെ സാധാ വീട്ടിൽ വെക്കുന്ന അച്ചാറൊന്നും അല്ല കേട്ടോ, കോയമ്പത്തൂരിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇത് കോവയ്ക്ക കൊണ്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അച്ചാർ കോവയ്ക്ക തൂക്കും എന്നാട്ടോ അവർ പറയുന്നത്. ഈ അച്ചാർ കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.